നമസ്കാരം. ഇമ്പോർട്ടൻ്റ് ആക്ട് ആൻഡ് റൂൾസ് അഥവാ സുപ്രധാന നിയമങ്ങൾ എന്ന നമ്മുടെ സിലബസ് ഭാഗത്ത് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന ടോപ്പിക്കിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. ഇതിനു മുമ്പുള്ള 2 ക്ലാസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ആകെ 8 അധ്യായങ്ങളുണ്ടെന്ന് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അധ്യായത്തിലാണ് ഉപഭോക്താവിൻ്റെ നിർവചനമുള്ളത്. അതുപോലെ തന്നെ ഒരു ഉപഭോക്താവിൻ്റെ 6 അവകാശങ്ങളെക്കുറിച്ച് പറയുന്നതും അധ്യായം 1-ലാണ്. അധ്യായം 2-ലാണ് ഉപഭോക്തൃ സമിതികളെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യയിൽ ഉപഭോക്തൃ സമിതികൾ 3 തലങ്ങളിലായിട്ടാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനകത്തുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 3-ലാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെക്കുറിച്ച് പറയുന്നത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായി ആരംഭിച്ച സ്ഥാപനമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് നമ്മൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ചു. ഇനി നമുക്ക് വരേണ്ടത് അധ്യായം 4-ലോട്ടാണ്. അധ്യായം 4-ലാണ് ഉപഭോക്തൃ കമ്മീഷനുകളെ കുറിച്ച് പറയുന്നത്, അല്ലേ? ഉപഭോക്തൃ കമ്മീഷനുകൾ അഥവാ ഉപഭോക്തൃ കോടതികൾ. പഴയ നിയമത്തിൽ, അതായത് 1986 നിയമത്തിൽ ഇതിനെ ഉപഭോക്തൃ ഫോറം എന്നാണ് പറഞ്ഞിരുന്നത്. ഉപഭോക്തൃ സമിതികളും അതുപോലെ ഉപഭോക്തൃ കമ്മീഷനും ഒക്കെ ഏതിലുമുണ്ട്? 86 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലുമുണ്ട്. അന്ന് അവിടെ കമ്മീഷൻ എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരുന്നത്, ഉപഭോക്തൃ ഫോറം എന്നാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഉപഭോക്തൃ ഫോറം അല്ലെങ്കിൽ ഉപഭോക്തൃ കമ്മീഷൻ അല്ലെങ്കിൽ ഉപഭോക്തൃ കോടതി ഇതെല്ലാം എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്, അല്ലേ? നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അവർ ഓഫർ ചെയ്ത ഗുണനിലവാരം അതിനില്ലെങ്കിൽ നമുക്ക് പരാതിയുണ്ട്. ആ പരാതിയുമായിട്ട് നമ്മൾ സമീപിക്കുന്നത് ആരെയാണ്? ഉപഭോക്തൃ കമ്മീഷനെയാണ്, അല്ലെങ്കിൽ ഉപഭോക്തൃ കോടതികളെയാണ്, അല്ലേ? ഈ ഉപഭോക്തൃ കോടതികളെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയുള്ള സിവിൽ കോടതികളുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നമുക്കറിയാം. അല്പം സങ്കീർണമായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളൊക്കെ എവിടെയുണ്ട്? സിവിൽ കോടതികളിലുണ്ട്. പക്ഷേ ഉപഭോക്തൃ കോടതികളെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള സങ്കീർണതകളൊന്നുമില്ലാത്ത കോടതികളാണ്. സുതാര്യമായിട്ട് പ്രവർത്തിച്ചു വരുന്ന കോടതിയാണ്. ഒരു വക്കീലിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് നേരിട്ട് കയറി ചെന്ന് നമ്മുടെ പരാതികൾ ബോധിപ്പിക്കാൻ പറ്റുന്ന, നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കോടതികളാണ് ഉപഭോക്തൃ കോടതികൾ അഥവാ ഉപഭോക്തൃ കമ്മീഷനുകൾ. അപ്പോൾ ഈ പറഞ്ഞ ഉപഭോക്തൃ കമ്മീഷനുകൾ ഇന്ത്യയിൽ എത്ര തലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അധ്യായം 4-ലാണ് ഉപഭോക്തൃ കമ്മീഷനുകളെ കുറിച്ച് പറയുന്നത്. ഈ ഉപഭോക്തൃ കമ്മീഷനുകൾ ഇന്ത്യയിൽ 3 തലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ ഉപഭോക്തൃ സമിതികളുടെ കാര്യം പറഞ്ഞപ്പോഴും അതങ്ങനെ തന്നെയായിരുന്നു. 3 തലങ്ങളിലായിട്ടാണ്, അല്ലേ? ജില്ലാ ഉപഭോക്തൃ സമിതി, അതുപോലെ തന്നെ സംസ്ഥാന ഉപഭോക്തൃ സമിതി, ദേശീയ ഉപഭോക്തൃ സമിതി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ പറഞ്ഞ ഉപഭോക്തൃ കമ്മീഷനുകളും 3 തലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 തലം എന്ന് ചോദിച്ചാൽ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ശരിക്കും പറയുമ്പോൾ അത് അങ്ങനെ പറയണം, പക്ഷെ നമ്മൾ ചുരുക്കി ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ, അത് കഴിഞ്ഞിട്ട് ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ. അപ്പോൾ 3 തരത്തിലുള്ള കമ്മീഷനുകളുണ്ട്. 3 തലങ്ങളിലായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ. ഇനി അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ കുറഞ്ഞത് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം? നിയമത്തിനകത്ത് അത് പറയുന്നുണ്ട്. ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ, ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ കുറഞ്ഞത് 3 പേരുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കുറഞ്ഞത് 3 പേരുണ്ടായിരിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ കുറഞ്ഞത് അധ്യക്ഷൻ ഉൾപ്പെടെ 3 പേരുണ്ടായിരിക്കണം.
ഇത് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനിലാണ് എങ്കിൽ അധ്യക്ഷൻ ഉൾപ്പെടെ കുറഞ്ഞത് 5 പേരുണ്ടാവണം. ദേശീയ ഉപഭോക്തൃ കമ്മീഷനിലാണെങ്കിലും അതുപോലെ തന്നെയാണ്, അധ്യക്ഷൻ ഉൾപ്പെടെ കുറഞ്ഞത് 5 പേരുണ്ടാവണം. അപ്പോൾ അവിടെ ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ കുറഞ്ഞത് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ അധ്യക്ഷൻ ഉൾപ്പെടെ കുറഞ്ഞത് 3 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ജൂറിസ്ഡിക്ഷനാണ്, അതിൻ്റെ അധികാര പരിധിയാണ്. അപ്പോൾ അതിൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഉൽപ്പന്നം വാങ്ങിച്ചു, ആ ഉൽപ്പന്നത്തിൻ്റെ വില 50 ലക്ഷത്തിന് താഴെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് നമുക്ക് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കാം. അപ്പോൾ ഉൽപ്പന്ന വിലയാണ് അവിടെ പറയേണ്ടത്. ഉൽപ്പന്ന വില 50 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം. 50 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം എന്ന് പറഞ്ഞാൽ 50 ലക്ഷം എന്നല്ല, 50 ലക്ഷത്തിന് താഴെയായിരിക്കണം. അതായത് 49,99,999 രൂപ വരെയുള്ള ഒരു ഉൽപ്പന്നം, ആ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ നമുക്ക് ആരെ സമീപിക്കാനായിട്ട് പറ്റും? അത് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കാനായിട്ട് പറ്റും. അപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളുമായിട്ട് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ഈ കമ്മീഷൻ നമ്മുടെ വാദം കേട്ടു, അതിന്മേലൊരു ഉത്തരവുണ്ടാവും, വിധി ഉണ്ടാവും. ആ വിധി ചിലപ്പോൾ നമുക്ക് തൃപ്തി തന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? അപ്പീൽ പോകും. വാദിക്കും പോകാം, പ്രതിക്കും പോകാം, അപ്പീൽ പോകും അല്ലേ? അപ്പീൽ പോകുന്നത് എവിടെയാണ്? അതിനേക്കാൾ ഉയർന്ന കമ്മീഷനിലായിരിക്കും, കോടതിയിലായിരിക്കും. അടുത്ത കോടതി ഏതാണ്? സംസ്ഥാന കമ്മീഷനാണ്. സംസ്ഥാന കമ്മീഷനിൽ അപ്പീൽ പോകാനായിട്ട് പറ്റും. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് എത്ര ദിവസത്തിനകത്ത് അപ്പീൽ പോകണം? ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ്റെ ഉത്തരവിന്മേൽ അപ്പീൽ പോകാൻ കഴിയും. എത്ര ദിവസത്തിനകത്ത് അപ്പീൽ പോകണം? ഉത്തരവ് വന്ന് 45 ദിവസത്തിനകത്ത് നമുക്ക് പോകേണ്ടി വരും? അപ്പീൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 45 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് എവിടെ പോകാം? സംസ്ഥാന കമ്മീഷനിൽ അപ്പീലുമായിട്ട് പോകാം. അപ്പോൾ ആ അപ്പീലിൻ്റെ ദിവസം ഓർത്തു വയ്ക്കുക. 45 ദിവസത്തിനകത്ത് നിങ്ങൾ അപ്പീൽ പോകണം. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ പറഞ്ഞു. സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ ആകെ അംഗങ്ങൾ 5 പേരാണ് അല്ലേ? ഇനി അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ 50 ലക്ഷം രൂപ വരെയുള്ളത് എവിടെയാണ്? അത് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിലാണ്. 50 ലക്ഷത്തിന് മേളിൽ 2 കോടി രൂപ വരെയുള്ള ഒരു ഉൽപ്പന്നം, അതുമായി ബന്ധപ്പെട്ട തർക്കം, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സമീപിക്കേണ്ടത് ആരെയാണ്? സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനെയാണ്. 50 ലക്ഷത്തിന് മേളിൽ 2 കോടി രൂപ വരെയുള്ള ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് സമീപിക്കേണ്ടത് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനെയാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ 50 ലക്ഷം രൂപ വരെയുള്ളത് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ. ഇനി അത് കഴിഞ്ഞിട്ട് 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയുള്ളത് എവിടെയാണ്? സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനിൽ. അപ്പോൾ അവിടെയും ഒരു ഉത്തരവുണ്ടായി. ആ ഉത്തരവിൽ തൃപ്തനല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പീൽ പോകാനായിട്ട് പറ്റും. പക്ഷേ അപ്പീൽ പോകാൻ ഒരു സമയം പറയുന്നുണ്ട്. ഉത്തരവ് വന്ന് 30 ദിവസത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പീൽ പോകണം. ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ്റെ ഉത്തരവിന്മേൽ നിങ്ങൾക്ക് 45 ദിവസം സമയം കിട്ടും അപ്പീൽ പോകാൻ. അതേസമയം സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ്റെ ഉത്തരവിന്മേൽ നിങ്ങൾക്ക് അപ്പീൽ പോകാനുള്ള സമയം കിട്ടുന്നത് എത്ര ദിവസമാണ്? 30 ദിവസമാണ്. ശ്രദ്ധിച്ചു വയ്ക്കുക. അതൊക്കെയാണ് ആ ഭാഗത്ത് ചോദിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പീൽ പോകുന്നത് എവിടെയാണ്? ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ വിധിയിൽ നിങ്ങൾക്ക് തൃപ്തനല്ലെങ്കിൽ അപ്പീൽ പോകാം സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനിൽ. സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ്റെ ഉത്തരവിന്മേൽ തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ പോകാം എവിടെയാണ്? ദേശീയ ഉപഭോക്തൃ കമ്മീഷനിൽ അപ്പീൽ പോകാം. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ്റെ കാര്യം പറയാണ്. ദേശീയ ഉപഭോക്തൃ കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ ആകെ അംഗങ്ങൾ എത്ര പേരാണ്? എത്ര പേരുണ്ടായിരിക്കണം? എത്ര പേരെന്നല്ല, എത്ര പേരുണ്ടായിരിക്കണം കുറഞ്ഞത് എന്നുള്ളതാണ്. അധ്യക്ഷൻ ഉൾപ്പെടെ കുറഞ്ഞത് 5 പേരുണ്ടായിരിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഇനി അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ വളരെ സിമ്പിളാണ്. 2 കോടി വരെയുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 കോടിക്ക് മുകളിലുള്ളത്, ഉൽപ്പന്ന വില 2 കോടിക്ക് മുകളിലാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട തർക്ക പരിഹാരത്തിന് നിങ്ങൾ സമീപിക്കേണ്ടത് ദേശീയ ഉപഭോക്തൃ കമ്മീഷനെയാണ് അല്ലേ? അപ്പോൾ 50 ലക്ഷം രൂപ വരെയുള്ളത് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ, 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയുള്ളത് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ.
കമ്മീഷനിൽ 2 കോടിക്ക് മുകളിലാണ് എങ്കിൽ നിങ്ങൾ ആരെ സമീപിക്കണം? ദേശീയ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കണം. അവിടെയും ഒരു ഉത്തരവുണ്ടായി. ആ ഉത്തരവിന്മേൽ നിങ്ങൾക്ക് അപ്പീൽ പോകാൻ പറ്റുമോ? അപ്പീൽ പോകാനായിട്ട് പറ്റും. ഇനി അപ്പീൽ പോകാൻ പറ്റുന്നത് എവിടെയാണ്? ദേശീയ ഉപഭോക്തൃ കമ്മീഷന് മുകളിൽ ഇനി ഒരു കോടതിയേ ഉള്ളൂ. അതാണ് സുപ്രീം കോടതി, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം അല്ലേ. അപ്പോൾ ദേശീയ ഉപഭോക്തൃ കമ്മീഷനിൽ ഒരു ഉത്തരവിന്മേൽ നിങ്ങൾക്ക് അപ്പീൽ പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. എവിടെയാണ് അപ്പീൽ പോകേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പോകേണ്ടത് സുപ്രീം കോടതിയിലാണ് അല്ലേ, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലായാലും ഒരു ഉപഭോക്താവിന് സമീപിക്കാവുന്ന ഏറ്റവും ഉയർന്ന കോടതി ഏത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? സുപ്രീം കോടതിയിലാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ്റെ ഉത്തരവ് അതിന്മേൽ നിങ്ങൾ അപ്പീൽ പോകണം എന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകത്ത് അപ്പീൽ പോകണം? 30 ദിവസത്തിനകത്ത് അപ്പീൽ പോകണം. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമാണ് 45 ദിവസം പറഞ്ഞത്, ബാക്കി 2 സ്ഥലത്തും പറഞ്ഞേക്കുന്നത് 30 ദിവസമാണ്. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ നടപടികൾക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പീൽ പോകാമെന്ന് പറഞ്ഞു. 30 ദിവസത്തിനകത്താണ് അതും അപ്പീൽ പോകാൻ തന്നിരിക്കുന്ന സമയം. അത് അപ്പീൽ പോകേണ്ടത് ദേശീയ ഉപഭോക്തൃ കമ്മീഷനാണ് അല്ലേ. അപ്പോൾ അവിടെ പറഞ്ഞത് ഇതാണ്, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ എന്തെങ്കിലും നടപടികളിൽ നിങ്ങൾക്ക് തൃപ്തനല്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ട്, പരാതിയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എവിടെ പോകാം? നിങ്ങൾക്ക് അപ്പീൽ പോകാനായിട്ട് പറ്റും. അപ്പീൽ പോകാൻ പറ്റുന്നത് ദേശീയ ഉപഭോക്തൃ കമ്മീഷനിലാണ്. ദേശീയ ഉപഭോക്തൃ കമ്മീഷനിൽ അപ്പീൽ പോകേണ്ടത് എത്ര ദിവസത്തിനകത്താണ്? 30 ദിവസത്തിനകത്താണ് അല്ലേ. അപ്പോൾ അവിടെയും പറഞ്ഞേക്കുന്നത് 30 ദിവസമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമാണ് 45 ദിവസം പറഞ്ഞത്. അത് ശ്രദ്ധിച്ചു വെക്കുക, അത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ 30 എഴുതി തെറ്റിക്കും, അത് വരാതെ നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. അധ്യായം 5. അധ്യായം 5 എന്താണ് പറയുന്നത്? അധ്യായം 4 ഉപഭോക്തൃ കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 5 പറയുന്നത് മധ്യസ്ഥതയെക്കുറിച്ചാണ്. അതായത് മീഡിയേഷൻ, മധ്യസ്ഥത അഥവാ മീഡിയേഷൻ. ആ പദം പരിചയപ്പെട്ടോണം, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിനകത്ത് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അധ്യായം 5 മധ്യസ്ഥതയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതിനകത്ത് ഒരുപാട് പുതിയ വ്യവസ്ഥകളുണ്ട്. അതിലൊരു വ്യവസ്ഥയാണ് ഏത്? മധ്യസ്ഥത. ഇപ്പോൾ കോടതി വഴി എന്തെങ്കിലും ഒരു തർക്കം പരിഹരിക്കാനായിട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും, അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ തർക്കം ഒരു മധ്യസ്ഥൻ്റെ സഹായത്തോടു കൂടി പരസ്പരം വാദിയും പ്രതിയും പരസ്പരം പറഞ്ഞ് സെറ്റിലാക്കാനും പറ്റും. കോടതിക്ക് പുറത്തു വെച്ച് കോടതിയുടെ അറിവോടുകൂടി സെറ്റിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മധ്യസ്ഥത എന്ന് പറയുന്നത്. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പുതുതായി ചേർത്തിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് മധ്യസ്ഥത. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ നിയമത്തിലെ 5-ാമത്തെ അധ്യായത്തിലാണ്. മധ്യസ്ഥതയിലോട്ട് തർക്കങ്ങൾ പരിഹരിക്കാൻ വ്യവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ അതിന് വ്യവസ്ഥയുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉപഭോക്താവിന് എത്രയും പെട്ടെന്ന് അവൻ്റെ തർക്കത്തിന് പരിഹാരം കിട്ടണം, അല്ലെങ്കിൽ അവന് ന്യായമായിട്ടുള്ള നീതി കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു വ്യവസ്ഥയാണ് ഏത്? മധ്യസ്ഥത. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മധ്യസ്ഥതയിലൂടെ കോടതിക്ക് പുറത്തു വെച്ച് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളുടെ, അല്ലെങ്കിൽ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ സഹായത്തോടു കൂടി, മധ്യസ്ഥൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ എതിർഭാഗവുമായിട്ടുള്ള തർക്കങ്ങൾ പറഞ്ഞ് പരിഹരിച്ചു, സെറ്റിലാക്കി. അതിന്മേലെ ഇനി ഒരിക്കലും നിങ്ങൾക്ക് അപ്പീൽ പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കപ്പെട്ട ഒരു വിഷയത്തിന്മേൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അപ്പീൽ പോകാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു പോയിന്റ് മനസ്സിലാക്കിക്കോണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ അപ്പീൽ പോകാനായിട്ട് പറ്റത്തില്ല. ഏതുമായി ബന്ധപ്പെട്ട്? മധ്യസ്ഥതയിലൂടെ തർക്കം പരിഹരിച്ചു കഴിഞ്ഞാൽ അപ്പീലിന് അവകാശം പരാതിക്കാരനില്ല. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 6 പ്രതിപാദിക്കുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് പ്രോഡക്റ്റ് ലയബിലിറ്റി, അതായത് ഉൽപ്പന്ന ബാധ്യത. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അധ്യായം 6 പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ലയബിലിറ്റി അഥവാ ഉൽപ്പന്ന ബാധ്യത അല്ലേ. നമ്മളൊരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവനോ സ്വത്തിനോ
അത് അപകടമുണ്ടാക്കിയെങ്കിൽ, അത് കുഴപ്പം വരുത്തി വെച്ചുവെങ്കിൽ അത് വിറ്റ കച്ചവടക്കാരനും അതുണ്ടാക്കിയവനും, ആ ഉൽപ്പന്നം ഉണ്ടാക്കിയവനും ആ ഉൽപ്പന്നം വിറ്റഴിക്കാൻ വേണ്ടി പരസ്യം ചെയ്തവനും ആ പരസ്യത്തിൽ അഭിനയിച്ചവർക്കുമൊക്കെ അതിൻ്റെ ബാധ്യത ഉണ്ടായിരിക്കും. അവർക്കും എന്തുണ്ട്? അവരും അതിനകത്ത് തെറ്റുകാരാണ്. കച്ചവടക്കാരനും ഈ പറഞ്ഞ പരസ്യത്തിൽ അഭിനയിച്ചവരും ഉൽപ്പന്നം ഉണ്ടാക്കിയവരും ഒക്കെ അതിനകത്ത് തെറ്റുകാരാണ്. അതാണ് ഉൽപ്പന്ന ബാധ്യത. അതായത് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി സൂക്ഷ്മത ഉൽപ്പന്നം ഉണ്ടാക്കുന്നയാളും വിൽക്കുന്നയാളും പരസ്യത്തിൽ അഭിനയിക്കുന്നയാളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചത്, ഉൽപ്പന്ന ബാധ്യത. അപ്പോൾ നമ്മളൊരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്നു, ആ ഉൽപ്പന്നം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവനോ സ്വത്തിനോ ഭീഷണിയായാൽ അതിൻ്റെ ബാധ്യത ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉൽപ്പന്ന ബാധ്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഉൽപ്പന്ന ബാധ്യതയെക്കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലാണ് എന്ന് ചോദിച്ചാൽ അധ്യായം 6-ലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 7. അധ്യായം 7 എന്താണ് പറയുന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അധ്യായം 7 പറയുന്നത് ശിക്ഷകളെക്കുറിച്ചും പിഴയെക്കുറിച്ചുമാണ്. ഏതെങ്കിലും തരത്തിൽ ഫ്രോഡായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ഈ പറഞ്ഞ ആൾക്കാർ കാണിച്ചാൽ അവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ പിഴ, അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഏത് അധ്യായത്തിലാണ്? അധ്യായം 7-ലാണ്. നമ്മൾ പറഞ്ഞു 8 അധ്യായങ്ങളാണ് ഉള്ളതെന്ന്. അപ്പോൾ 7 അധ്യായങ്ങളിൽ എന്തൊക്കെ എന്ന് വരെയുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 7 വരെയുള്ള അധ്യായത്തിൽ എന്തൊക്കെ പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയുള്ളത് 8ാമത്തെ അധ്യായമാണ്. 8ാമത്തെ അധ്യായം മിസ്സലേനിയസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതായത് മറ്റുള്ളവ എന്നുള്ളതാണ്. അപ്പോൾ ഇനി മറ്റു ചില കാര്യങ്ങളാണ് 8ാമത്തെ അധ്യായത്തിലുള്ളത്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആദ്യത്തെ 7 അധ്യായങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാവണം. അപ്പോൾ ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ടായാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും, അതിനകത്ത് ഇനി സംശയമില്ല. അപ്പോൾ അധ്യായം 7 എന്താണ് പറയുന്നത്? ശിക്ഷയെക്കുറിച്ചും പിഴകളെക്കുറിച്ചുമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു ഭാഗമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമുള്ള അപേക്ഷാ ഫീസ് അല്ലേ? അപ്പോൾ ഏതൊക്കെ കോടതികളെ സമീപിക്കണം, അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനൊരു അപേക്ഷാ ഫീസുണ്ട്. നിങ്ങൾ പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ അതിനൊരു അപേക്ഷാ ഫീസുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, 5 ലക്ഷം രൂപ വരെയുള്ളതാണെങ്കിൽ അപേക്ഷാ ഫീസില്ല. 5 ലക്ഷം രൂപ വരെയുള്ള അപേക്ഷകൾക്ക് എന്തില്ല? ഫീസില്ല. 5 ലക്ഷം രൂപ വരെ. അതേസമയം 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ അപേക്ഷാ ഫീസ് 200 രൂപയാണ് അല്ലേ? 50 ലക്ഷം രൂപ വരെയുള്ള കാര്യങ്ങളാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ്റെ കീഴിലാണ് എന്ന് പറഞ്ഞു. അതിൽ 5 ലക്ഷം രൂപ വരെയുള്ളതിന് എന്തില്ല? ഫീസില്ല. അതേസമയം 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ 200 രൂപയാണ് അപേക്ഷാ ഫീസ്. 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണെങ്കിലോ, ആ പറഞ്ഞ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട പരാതിയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അപേക്ഷാ ഫീസ് 400 രൂപയാണ്. 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ. ഇനി അത് കഴിഞ്ഞിട്ട് 20 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണെങ്കിലോ ഫീസ് 1000 ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 ലക്ഷം രൂപ വരെയുള്ള പരാതികൾക്ക് എന്തില്ല? അപേക്ഷാ ഫീസ് ഇല്ല. അതേസമയം ഇത് ശ്രദ്ധിച്ചോണം, 20 മുതൽ 50 ലക്ഷം രൂപ വരെയുള്ളത്, 20 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള അപേക്ഷാ ഫീസ് 1000 എന്നുള്ളത് ശ്രദ്ധിച്ചോണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ പരമാവധി അപേക്ഷാ ഫീസ് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ 1000 രൂപയായിരിക്കും. കാരണം 50 ലക്ഷം രൂപ വരെയുള്ള കേസുകൾ മാത്രമേ എവിടെ എടുക്കുകയുള്ളൂ? ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിലെ പരമാവധി അപേക്ഷാ ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1000 രൂപയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ, 1 കോടി രൂപ വരെയുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. ഏതാണ്ട് ഇരട്ടിയായി അല്ലേ? അടുത്ത സ്ലാബ് ഇരട്ടിയായി. 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണെങ്കിൽ 2000 രൂപയാണ്. അതേസമയം 1 കോടി മുതൽ 2 കോടി രൂപ വരെയാണെങ്കിൽ 2500 രൂപയാണ്. 1 കോടി മുതൽ 2 കോടി രൂപ വരെയാണെങ്കിൽ 2500 രൂപയാണ്. അതും ഒരു പോയിന്റാണ്. 1 കോടി മുതൽ 2 കോടി വരെ 2500 ഒരു പോയിന്റാണ്. കാരണം സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനിലാണ് 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയുള്ള കേസുകൾ വരുന്നത്.
അപ്പോൾ അവിടുത്തെ പരമാവധി എവിടത്തെയാണ്? സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനിലെ പരമാവധി അപേക്ഷാ ഫീസ് 2500 രൂപയിൽ കൂടത്തില്ല അല്ലേ? അതേസമയം ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിലെ പരമാവധി അപേക്ഷാ ഫീസ് 1000 രൂപയിൽ കൂടത്തില്ല. സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനിലെ പരമാവധി ഫീസ് 2500 രൂപയിൽ കൂടത്തില്ല. അത് ശ്രദ്ധിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് 2 കോടി മുതൽ 4 കോടി രൂപ വരെയാണെങ്കിൽ അപേക്ഷാ ഫീസ് 3000 രൂപയാണ്. 2 കോടി മുതൽ 4 കോടി വരെ. 4 കോടി മുതൽ 6 കോടി വരെ 4000 രൂപയാണ്. 6 കോടി മുതൽ 8 കോടി വരെ ആണെങ്കിൽ 5000 രൂപയാണ്. 8 കോടി മുതൽ 10 കോടി രൂപ വരെ ആണെങ്കിൽ 6000 രൂപയാണ്. 8 കോടി മുതൽ 10 കോടി വരെ 6000 രൂപയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോണം. 10 കോടിക്ക് മുകളിൽ 7500 രൂപ അപേക്ഷാ ഫീസ് പറയുന്ന മാക്സിമം പറഞ്ഞിരിക്കുന്ന അതാണ് 7500 രൂപ. 10 കോടിക്ക് മുകളിലാണെങ്കിൽ അപേക്ഷാ ഫീസ് 7500 രൂപ. അപ്പോൾ ഈ സ്ലാബുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ പരമാവധി അപേക്ഷാ ഫീസ് എത്രയായിരിക്കും എന്നുള്ളത് ഓർമ്മ വേണം. 1000 രൂപയാണ്. സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനിൽ പരമാവധി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 2500 രൂപയാണ്. അതുപോലെ തന്നെ ദേശീയ ഉപഭോക്തൃ കമ്മീഷനിൽ പരമാവധി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 7500 രൂപയാണ്. അതായത് 10 കോടിക്ക് മുകളിലുള്ള അപേക്ഷാ ഫീസ് 7500 കോടി രൂപയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കണം. ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. 5 ലക്ഷം വരെ ഫീസ് ഇല്ല. ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ് എന്നുള്ളതും ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു വെക്കണം. ഈ ദാഖിൽ എന്താണ്? ഈ ദാഖിൽ എന്താണ്? ഈ ദാഖിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി ഉപഭോക്താവിന് ഓൺലൈനായിട്ട് നൽകാം. പരാതി ഉപഭോക്താവിന് ഓൺലൈനായിട്ട് നൽകാം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അങ്ങനെ ഓൺലൈനായിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു വെബ് പോർട്ടലുണ്ട്. ആ വെബ് പോർട്ടലാണ് ഈ ദാഖിൽ. അപ്പോൾ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിന് അവൻ്റെ പരാതി ഓൺലൈനായിട്ട് നൽകുന്നതിന് അവസരമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വെബ് പോർട്ടലാണ് ഏത്? ഈ ദാഖിൽ. ദേശീയ ഉപഭോക്തൃ കമ്മീഷന്റെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു വെബ് പോർട്ടലാണ് ഏത്? ഈ ദാഖിൽ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പഠിച്ചു വെക്കണം. അവശ്യ സാധന നിയമം. അവശ്യ സാധന നിയമം. അവശ്യ സാധന നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെൻറ്റിന് അനുവാദം നൽകുന്ന ഒരു നിയമമാണ് അവശ്യ സാധന നിയമം അല്ലേ? കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്പൊക്കെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് അവശ്യ സാധന നിയമം. അത് ഏത് കൊല്ലമാണ് പാസ്സാക്കിയത്? 1955 പാസ്സാക്കിയത് അവശ്യ സാധന നിയമം അല്ലേ? ആൾക്കാർക്ക് വളരെ അത്യാവശ്യമുള്ള ചില സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളുടെയൊക്കെ വില കൂടിപ്പോകാതെ നോക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. അപ്പോൾ അതിനെ ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന ഒരു നിയമമാണ് അവശ്യ സാധന നിയമം 1955. അപ്പോൾ ആ 1955 അവശ്യ സാധന നിയമത്തിൽ ഏറ്റവും ഒടുവിൽ ഭേദഗതി ഒരു തിരുത്ത് വന്നത് 2020 എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കണം. 1955 അവശ്യ സാധന നിയമത്തിൽ ഏറ്റവും ഒടുവിൽ ഭേദഗതി ഉണ്ടായത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അത് 2020. അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അതുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മൾ പഠിച്ചത്. ഇത് പഠിച്ചപ്പോൾ 986 ഉപഭോക്തൃ സംരക്ഷണ നിയമവും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ലളിതമായിട്ട് കൃത്യമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളെ അറിയിച്ചാൽ അതൊരു പ്രോത്സാഹനം കൂടിയായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് എവിടെ അവസാനിക്കുന്നു? പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.